നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി.ജെ.പിയിൽ ഭിന്നത. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ.എ. അശ്വനിക്ക് സീറ്റ് നൽകരുതെന്ന ഒരു വിഭാഗം നേതാക്കൾ ജനസമ്മതിയുള്ള പ്രാദേശിക നേതാവിനെ പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. എല്ലാ മുന്നണികളും അവരുടെ നല്ല സ്ഥാനാർത്ഥികളെ തന്നെ മത്സര രംഗത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയിലും ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ഈ നിയമസഭാ മണ്ഡലത്തിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയപ്പോഴെല്ലാം ബി.ജെ.പിക്ക് ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സാധിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നുള്ള കെ സുരേന്ദ്രൻ 84 വോട്ടുകൾക്കാണ് ഇവിടെ ഒരിക്കൽ പരാജയപ്പെട്ടത്. പിന്നീട് പലപ്പോഴും രണ്ടാം സ്ഥാനത്തെത്താൻ ബി.ജെ.പിക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എല്ലാ കാലത്തും ബി.ജെ.പിക്ക് ശക്തമായ അടിവേരുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. ഈ മണ്ഡലത്തിൽ എം.എൽ. അശ്വിനി, കാസർഗോഡ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനിയെ മത്സരിപ്പിക്കാനുള്ള ഒരു അഭ്യൂഹമാണ് ഉയരുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ എം.എൽ. അശ്വിനിക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. പരിണിതി പ്രജ്ഞരായ, ഏറെക്കാലം പ്രവർത്തിച്ച് പരിചയമുള്ള, മണ്ഡലത്തിൽ മൊത്തം സുപരിചിതരായ പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, എം.എൽ. അശ്വിനിക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറികടക്കാൻ ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ എം.എൽ. അശ്വിനി നയിച്ച ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നും അവർ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും എം.എൽ. അശ്വിനി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഈ ബി.ജെ.പിയിലെ വിഭാഗീയത ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ബി.ജെ.പി ഏറെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ എ.കെ. അഷറഫാണ്. എ.കെ. അഷറഫിനും ഇത്തവണ സീറ്റ് നൽകുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. മാത്രമല്ല, മുസ്ലിം ലീഗ് നേതൃത്വവും ആ ഒരു കാര്യത്തോട് അനുഭാവപൂർവമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എ.കെ. അഷറഫിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നേരിടാൻ പ്രാദേശിക തലത്തിൽ ആളുകൾ പ്രവർത്തകരുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരാളെ തന്നെ വെക്കണമെന്നൊരു ആവശ്യമാണ് ബി.ജെ.പി നേതൃത്വത്തോട് ഈ പ്രാദേശിക നേതാക്കൾ അടക്കം ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പടലപ്പിണക്കങ്ങൾ മറന്നേക്ക് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാർത്തും ശരി, വ്യക്തമാണ്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.